ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക്? ഉണ്ടാവില്ല. ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ്, അതുകൊണ്ടാണ് ധൈര്യം. ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് ധൈര്യം. ആ കാലം കഴിഞ്ഞു. ഇനി ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല. അത് BJP ഈ കടമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കഥ. പണ്ട് കാലത്ത് ഇവിടെ ഒരു മുതിർന്ന നേതാവുണ്ടായിരുന്നു, ഒരു 10-11 കൊല്ലം മുമ്പ്. ഭയങ്കര നേതാവായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ അഴിമതി കണ്ടിട്ട് ഒരു ദിവസം പറഞ്ഞു, ഒരു വലിയൊരു ഉപദേശം കൊടുത്തു മാധ്യമക്കാർക്കും ജനങ്ങൾക്കും. അണികളൊക്കെ ഇരുന്ന് വെയിൽ കൊള്ളുകയും അണികൾ മഴ കൊള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ കൃത്യസമയത്ത് വന്ന് ഉദ്ഘാടനം ചെയ്തു പോകുന്ന പരിപാടി മാത്രമാണ് മറ്റു പ്രസ്ഥാനങ്ങളിൽ കാണുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു വേറിട്ട പ്രസ്ഥാനമാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ കോരിച്ചൊരിയുന്ന മഴയത്തും നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖം അഭ്യുവേദ എന്നുള്ള മംഗള ശ്ലോകം ജപിച്ചുകൊണ്ട് ഓരോ മകനും ഭർത്താവിനും കുഞ്ഞിനും കാവലിരിക്കുന്ന ഭക്തരായിട്ടുള്ള അമ്മമാരുടെ ഹൃദയത്തിൽ തീ കോരിയിട്ടുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, രാക്ഷസ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തീവട്ടിക്കൊള്ളക്ക് കൂട്ടുനിന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ദൗത്യം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ